തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും ഫ്ളാറ്റുകളിലും ബന്ധുവീടുകളിലും വിജിലൻസ് പരിശോധന നടത്തി. തിരുവനന്തപുരത്തും പാലാരിവട്ടത്തും ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. ടോം ജോസിന് പണം നൽകി സഹായിച്ച ബിനാമിയെന്ന് സംശയിക്കുന്ന അമേരിക്കൻ വനിതയിലേക്കും അന്വേഷണം നീളുന്നു. ടോം ജോസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് വിജിലൻസ് കത്ത് നൽകി. ഇന്ന് പുലർച്ചെയോടെയാണ് തൊഴിൽ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ ഫ്ളാറ്റുകളിലും ഭാര്യ വീട്ടിലും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലയിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് ആരംഭിച്ചത്. വിജിലൻസ് എസ് പി VN ശശിധരന്റെ നിർദ്ദേശപ്രകാരം DYSP വേണുഗോപാൽ, ബിജി ജോർജ് അടക്കം 5 CAമാരടങ്ങുന്ന സംഘം 5ആയി തിരിഞ്ഞാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഫ്ളാറ്റിൽ വെച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥർ ടോം ജോസിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുടയിലെ ഭാര്യ വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷം ടോം ജോസിന്റെ ഭാര്യയുമായി എത്തി ഫ്ളാറ്റ് തുറപ്പിച്ച ശേഷമാണ് ഉച്ചയോടെ പാലാരിവട്ടത്ത് റെയ്ഡ് ആരംഭിച്ചത്. സമാന്തരമായി തന്നെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും പാലാ രാമപുരത്തെ സുഹൃത്തായ ഡോക്ടർ അനിത ജോസിന്റെ വീട്ടിലും പരിശോധനകൾ നടന്നു. എന്തെങ്കിലും കിട്ടിയോ? കോടതി കൊടുക്കില്ല. ടോം ജോസ് സിന്ധുർഗ ജില്ലയിൽ 50 ഏക്കർ സ്ഥലം വാങ്ങാനായി എടുത്ത ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് 1,63,00,000 രൂപ നൽകി സഹായിച്ച വ്യക്തിയാണ് പ്രവാസിയായ ഡോക്ടർ അനിത ജോസ്. റെയ്ഡ് നടത്തിയ എല്ലാ കേന്ദ്രങ്ങളിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് വിജിലൻസ് ഉറപ്പുവരുത്തി. ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെയും വനിതാ പോലീസുകാരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയ ശേഷമാണ് റെയ്ഡ് നടത്തിയത്. ടോം ജോസിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വിജിലൻസ് ബാങ്കുകൾക്ക് കത്ത് നൽകി. പാലയിൽ CI ബെന്നി ജോർജും പാലാരിവട്ടത്ത് CI സനിൽകുമാറും ഇരിങ്ങാലക്കുടയിലെ റെയ്ഡിന് CI ഷാജുവും നേതൃത്വം നൽകി. KM എബ്രഹാമിന് പിന്നാലെ IAS അസോസിയേഷൻ പ്രസിഡന്റായ ടോം ജോസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് IAS ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിട്ടുണ്ട്. S ജീവൻകുമാർ, തിരുവനന്തപുരം. തന്നെ അവഹേളിക്കാനായി കെട്ടിച്ചമച്ച കേസാണിതെന്ന് ടോം ജോസ് IAS. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. 2 വർഷം മുൻപ് സർക്കാർ അവസാനിപ്പിച്ച കേസാണിതെന്നും ടോം ജോസ് പറഞ്ഞു. ഇത് മനഃപൂർവ്വം വിജിലൻസ് എന്നെ ഈ ഇൻസൾട്ട് ചെയ്യാനായിട്ടും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരു നടപടിയായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം വളരെ മുമ്പേ തന്നെ ഗവൺമെന്റിൽ വളരെ വിശദമായിട്ട് പരിശോധിച്ച് അത് ക്ലോസ് ചെയ്തിരുന്ന ഇഷ്യൂസ് ആണ്. പിന്നീട് ഇത് വിജിലൻസ് റീഓപ്പൺ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ക്രിമിനൽ റെക്കോർഡുള്ള ഒരു വ്യക്തിയുടെ പെറ്റീഷന്മേലാണ്. ആ പെറ്റീഷൻ വെച്ചുകൊണ്ട് ഗവൺമെന്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയിന്മേല് ഗവൺമെന്റിനെ പോലും അറിയിക്കാതെ അതെന്താണെന്ന് നോക്കാതെ മനഃപൂർവ്വം ഇത് ചെയ്തിരിക്കുന്നത് നിശ്ചയമായിട്ടും ഇത് സമൂഹത്തില് എന്നെ കരുതി വെച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഞാൻ ഇതിനെ സംബന്ധിച്ച് നിശ്ചയമായിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് റിലീസ് ചെയ്യുന്നതായിരിക്കും. 1,19,00,000 രൂപയുടെ അനധികൃത സ്വത്ത് ടോം ജോസ് സമ്പാദിച്ചതായി വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. വരുമാനത്തെ അപേക്ഷിച്ച് 62% സ്വത്ത് ടോം ജോസ് അനധികൃതമായി സമ്പാദിച്ചതായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച FIRൽ പറയുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും FIRലുണ്ട്. FIRന്റെ പകർപ്പ് People TVക്ക് ലഭിച്ചു. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ SP VN ശശിധരനാണ് മൂവാറ്റുപുഴ കോടതിയിൽ FIR സമർപ്പിച്ചത്. ടോം ജോസിന്റെ സ്വത്തുവിവരം സംബന്ധിച്ച് വിജിലൻസ് പ്രാഥമിക പരിശോധന നടത്തിയെന്നും അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നും FIRൽ പറയുന്നു. 2010 ജനുവരി 1 മുതൽ 2016 സെപ്റ്റംബർ 30 വരെയുള്ള സ്വത്തുവിവരങ്ങൾ ശേഖരിച്ചതിൽ ടോം ജോസിന് 1,19,65,549 രൂപയുടെ അനധികൃത സ്വത്തുള്ളതായി കണ്ടെത്തി. 2,39,42,992 രൂപയുടെ പ്രഖ്യാപിത സ്വത്താണ് ടോം ജോസിനുള്ളത്. 1,19,00,000 രൂപ മാത്രമാണ് ഇക്കാലത്തെ ടോം ജോസിന്റെ വരുമാനം. 72 ലക്ഷത്തോളം രൂപ ചെലവായതായും കാണിച്ചിട്ടുണ്ട്. സമ്പത്തും വരുമാനവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അഴിമതി നിരോധന നിയമം 13(1)(e), 13(2) എന്നീ വകുപ്പുകൾ പ്രകാരം ഇത് കുറ്റകരമാണ്. ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. സ്വത്തുക്കൾ സംബന്ധിച്ച യഥാർത്ഥ വിവരം മറച്ചുവെച്ചതായും സംശയിക്കുന്നു. യഥാർത്ഥ സ്വത്ത് വിവരം അറിയാൻ 4 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനായി ക്രിമിനൽ നടപടിച്ചട്ടം 93(1) പ്രകാരം സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കണമെന്നും FIRൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വീട്, ഫ്ളാറ്റ്, ഓഫീസ് എന്നിവിടങ്ങളിലെ പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സെർച്ച് വാറണ്ട് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജേക്കബ് തോമസിന് പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടറുടെ പ്രവർത്തനത്തിൽ സർക്കാരിന് തൃപ്തിയുണ്ട്. ജേക്കബ് തോമസിനെ പുകച്ചു പുറത്താക്കാൻ സംസ്ഥാനത്ത് നീക്കം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് യാതൊരുവിധ ഭരണസ്തംഭനവും ഇല്ലെന്നും അതിനാരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. KM എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു പ്രാഥമികമായ അന്വേഷണം നടത്താതെ, എൻ്റെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കാതെ എൻ്റെ വീട് സെർച്ച് ചെയ്ത നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ
ഈ പരാതി ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. തിരുവനന്തപുരം സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ വിജിലൻസ് ത്വരിതാന്വേഷണം നടത്തുകയാണ്. അടുത്ത മാസം 7-ന് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് KM എബ്രഹാമിന്റെ വീട്ടിൽ പരിശോധന നടന്നതെന്ന് മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. KM എബ്രഹാം വിജിലൻസ് ഡയറക്ടർക്കെതിരെ നൽകിയ പരാതി പരിശോധിക്കും. വീട്ടിൽ നടന്ന റെയ്ഡിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനിൽ നിന്നും ഇതിനകം തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. IPS, IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ അന്വേഷണം നടത്തുമ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കാറുണ്ടെന്നും സ്വാഭാവികമായി അവർക്ക് ഇതിൽ എതിർപ്പുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർ വിജിലൻസിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ സംസ്ഥാനത്ത് ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശക്തമായ ചില നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നുണ്ട്. അതിലാണ് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഹാജരായി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണസ്തംഭനമില്ലെന്നും അതിന് ആരെയും അനുവദിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM എബ്രഹാമിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നോ എന്ന് വിശദീകരിക്കണമെന്ന് കാട്ടി വിജിലൻസ് SP-ക്ക് ഡയറക്ടർ കത്ത് നൽകി. വിജിലൻസ് സ്പെഷ്യൽ SP രാജേന്ദ്രനാണ് വിശദീകരണ കത്ത് നൽകിയത്. KM എബ്രഹാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യത്തിലാണ് SP രാജേന്ദ്രനോട് റെയ്ഡ് ക്രമപ്രകാരമാണോ നടന്നത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി നജീബിന്റെ തിരോധാനത്തിൽ വിദ്യാർത്ഥികൾ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന വിവരങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ ചേർന്നു. സന്തോഷ്, നജീബിന്റെ തിരോധാനത്തിൽ JNUവിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ മാർച്ച് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യമാണ്. ഇതുവരെയും ഒരു തുമ്പും ഉണ്ടാക്കാൻ ദില്ലി പോലീസിന് സാധിച്ചിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത അനാസ്ഥയാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദില്ലി നോയിഡ ദേശീയപാത വിദ്യാർത്ഥികൾ ഉപരോധിക്കുകയും ചെയ്യുകയാണ്. അരമണിക്കൂറിലധികമായി ഗതാഗത സംവിധാനം പോലും തടസ്സപ്പെട്ട സ്ഥിതിയാണ് ഉള്ളത്. ഏതായാലും അടിയന്തരമായി തന്നെ ഈ നടപടി സ്വീകരിക്കുകയും 2 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, നജീബ് അഹമ്മദിനെ അടിയന്തരമായി കണ്ടെത്തുക. രണ്ടാമത്, നജീബിനെ ആക്രമിച്ച ABVP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുക. ഈ 2 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ JNU വിദ്യാർത്ഥി യൂണിയനും നജീബിന്റെ രക്ഷിതാക്കളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പരാതിയിൽ കൂടുതൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ദില്ലി പോലീസ് തയ്യാറായിട്ടില്ല. ഈ ഹോസ്റ്റലിൽ വച്ച് നജീബിനെ ABVPക്കാർ ആക്രമിക്കുന്നത് കണ്ട ദൃക്സാക്ഷികൾ, ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ABVP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ക്യാമ്പസിൽ മാത്രമായിരുന്നു പ്രതിഷേധം. എന്നാൽ ഇപ്പോൾ പ്രതിഷേധം പുറത്തേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലേക്കും അതോടൊപ്പം തന്നെ പാർലമെന്റ് സ്ട്രീറ്റിലും വിദ്യാർത്ഥികൾ മാർച്ച് നടത്തുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരികെ വരാം ഇടവേളയ്ക്ക്. തിരികെ വാർത്തകളിലേക്ക്. സർക്കാരുമായി കരാർ ഒപ്പുവയ്ക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഹൈക്കോടതിയുടെയും മേൽനോട്ട സമിതിയുടെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി 1 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-നകം ജെയിംസ് കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. കരുണയിൽ അയോഗ്യരെന്ന് കണ്ടെത്തിയ 30 വിദ്യാർത്ഥികൾക്ക് പകരമായി ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ചവരുടെ പട്ടിക കോടതി അംഗീകരിച്ചു. മെഡിക്കൽ പ്രവേശന പട്ടിക റദ്ദാക്കിയ ജെയിംസ് കമ്മിറ്റിയുടെ നടപടിക്കെതിരെ കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രവേശനം സംബന്ധിച്ച് ജെയിംസ് കമ്മിറ്റിയും കോടതിയും നൽകിയ നിർദ്ദേശങ്ങൾ 2 കോളേജുകളും ലംഘിച്ചതായി ഹൈക്കോടതി കണ്ടെത്തി. ഇതിന് 2 കോളേജുകൾക്കും ഹൈക്കോടതി പിഴ ചുമത്തി. ഓരോ 1 ലക്ഷം രൂപ വീതം കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകൾ പിഴയൊടുക്കണം. ഈ തുക ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട്. 2 കോളേജുകളും മുഴുവൻ പ്രവേശന വിവരങ്ങളും ഈ മാസം 31-ന് മുൻപ് ജെയിംസ് കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കണം. പ്രവേശനം സംബന്ധിച്ച പരാതികൾ ജെയിംസ് കമ്മിറ്റി പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. യോഗ്യരെന്ന് കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനും ആരോഗ്യ സർവകലാശാലയ്ക്കും കൈമാറണം. കരുണ മാനേജ്മെന്റ് പ്രവേശനം നൽകിയ 30 വിദ്യാർത്ഥികൾ അയോഗ്യരെന്ന് ജെയിംസ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു.
പ്രവേശന പരീക്ഷാ മേൽനോട്ട സമിതി പകരം നിർദ്ദേശിച്ച 30 കുട്ടികളുടെ പട്ടികയ്ക്ക് ഹൈക്കോടതി അംഗീകാരം നൽകുകയും ചെയ്തു. നീറ്റ് മാനദണ്ഡമാക്കി വേണം പ്രവേശനം നൽകാനെന്നും വിദ്യാർത്ഥികളുടെ ഫീസ് 3 മാസത്തിനകം ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. സർക്കാരുമായി കരാർ ഒപ്പുവെക്കാൻ തയ്യാറാകാതിരുന്ന കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾക്ക് ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജഡ്ജി നിയമനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീം കോടതി. നിയമനങ്ങൾ നടത്തിയില്ല എങ്കിൽ കോടതികൾ അടച്ചുപൂട്ടണം. നിരുത്തരവാദിത്വപരമായ നടപടികൾ തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ വിളിച്ചു വരുത്തേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. നിയമനങ്ങൾ തടസ്സപ്പെടുത്തി ജുഡീഷ്യൽ സംവിധാനത്തെ തകർക്കാമെന്ന് കരുതരുതെന്നും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു. ജഡ്ജി നിയമനത്തിനായി സുപ്രീം കോടതി പിന്തുടരുന്ന കൊളീജിയം സംവിധാനം മാറ്റാൻ നേരത്തെ കേന്ദ്ര സർക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. ഇതിനുശേഷം കൊളീജിയം വഴി വിവിധ ഹൈക്കോടതികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജിമാർക്ക് കേന്ദ്ര സർക്കാർ നിയമന ഉത്തരവ് നൽകിയില്ല. ഇതാണിപ്പോൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനത്തിലേക്ക് സുപ്രീം കോടതിയെ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പേരുകൾക്ക് മുകളിൽ 9 മാസമായി കേന്ദ്ര സർക്കാർ അടയിരിക്കുകയാണെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. രാജ്യത്തെ പകുതിയിലേറെ ഹൈക്കോടതികളിലും ആവശ്യത്തിന് ജഡ്ജിമാരില്ല. കോടതി മുറികൾ പലതും അടച്ചുപൂട്ടിയിരിക്കുന്നു. കർണാടക, അലഹബാദ് ഹൈക്കോടതികളാകട്ടെ പൂർണ്ണമായും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കൊളീജിയം തിരഞ്ഞെടുത്ത പേരുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ തിരിച്ചയക്കുകയാണ് വേണ്ടത്. ഒഴിവ് നികത്താതെ ഈ സംവിധാനം തകർക്കാമെന്ന് ആരും കരുതണ്ട. നിയമനങ്ങൾ വേഗത്തിൽ നടത്തിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ വിളിച്ചു വരുത്തേണ്ടി വരും. നിയമ മന്ത്രാലയത്തിലെ സെക്രട്ടറിമാർക്ക് നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. എന്നാൽ തെരഞ്ഞെടുത്ത പേരുകളോട് വിയോജിപ്പില്ലെന്നും പക്ഷേ നിയമനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. തുടർന്ന് കേസ് വീണ്ടും കേൾക്കാൻ അടുത്ത മാസം 11 മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. 15 പാക് റേഞ്ചർമാരെ വധിച്ചു. 3 പാക് പോസ്റ്റുകൾ തകർത്തതായും സൈന്യം. മനു ശങ്കർ നൽകും വിവരങ്ങൾ. മനു, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് വലിയ തോതിൽ ആക്രമണം അതിർത്തിയിൽ ആരംഭിച്ചത്. ഇന്നലെ ഇന്ത്യൻ പോസ്റ്റുകൾ ഒരുപക്ഷെ അതിർത്തി കടന്നു എന്ന തരത്തിൽ വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുള്ള കനത്ത മറുപടിയിലാണോ ഇപ്പോൾ പാക് റേഞ്ചേഴ്സിനെ അടക്കം വധിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം കരുത്തുകാട്ടിയത്? മനു, ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പാക് സൈന്യം ഇന്ന് രാത്രിയോടുകൂടി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വീണ്ടും ഒരു ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്നൊരു വിവരം രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി പാക് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് 3 കിലോമീറ്റർ അകത്തെത്തി ചില ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. ഇതിൽ ഒരു BSF ജവാൻ കൊല്ലപ്പെടുകയും മറ്റു 5 BSF ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് BSF DGയുമായി ബന്ധപ്പെട്ട് ഏത് സമയവും തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം BSFനെ വിട്ടു നൽകുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിയിൽ 15 പാക് സൈനികരെ കൊലപ്പെടുത്തി എന്നാണ് BSF DG തന്നെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. 3 പാകിസ്ഥാൻ പോസ്റ്റുകൾ പൂർണ്ണമായി തകർത്തു എന്നുകൂടിയാണ് BSF കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ അവസാനമായി ലഭിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്ക് നേരെ തിരിച്ചടിക്ക്, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയുന്നത്. അത്തരമൊരു നീക്കം പാകിസ്ഥാൻ നടത്തിയാൽ ഇന്ത്യ സുനിശ്ചിതമായും തിരിച്ചടിക്ക് തയ്യാറാണ് എന്ന് BSFും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിർത്തിയിൽ ഇപ്പോൾ കുറച്ച് ശാന്തമായിരിക്കുന്ന അന്തരീക്ഷം കൂടുതൽ കലുഷിതമാകാനാണ് വരും മണിക്കൂറുകളിലും സാധ്യത. മനു. ശരി, മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോടതി ഉത്തരവുകളുടെ മറപിടിച്ച് സംസ്ഥാനത്ത് അനധികൃത കെട്ടിട നിർമ്മാണം വർദ്ധിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ. ഫ്ളാറ്റ് നിർമ്മാണം നിരീക്ഷിക്കാനും ഇടപെടാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഒരുപാട് കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ അവയൊക്കെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കോടതികളുടെ ഇടപെടൽ മൂലമാണ് ഈ വൻകിട മാളുകൾ മുഴുവൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാറ്റൂർ ഫ്ലാറ്റ് വിവാദം നമുക്കെല്ലാവർക്കും അറിയാം. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച 3 ഇൻ്ററിം ഓർഡറുകളുടെ പിൻബലത്തിലാണ് അതിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയത്. അങ്ങനെ കോടതികളുടെ ഇടപെടൽ മൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ഇല്ലാതെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഇതേക്കുറിച്ചൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരും.
കല്യാശ്ശേരിയിൽ കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ VM സുധീരനെ പ്രാദേശിക നേതൃത്വം ബഹിഷ്കരിച്ചു. സ്വത്ത് സംബന്ധിച്ച പരാതി പറയാനെത്തിയവരെ VM സുധീരൻ ആദർശം മറന്ന് ചീത്ത വിളിച്ചു. ഇതിനിടെ ഡോക്ടർ നീതയ്ക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം ഗീതയുടെ വീട്ടുകാർ തനിക്ക് വിൽപ്പന നടത്തിയതാണെന്നും അത് വിട്ടു നൽകണമെന്നും അപേക്ഷിച്ച് കരഞ്ഞ ഉടമസ്ഥനെ സുധീരൻ നിഷ്കരുണം അവഗണിച്ചു. കല്യാശ്ശേരിയിൽ നീത നമ്പ്യാർക്ക് പുതിയ കെട്ടിടം കോൺഗ്രസ് നിർമ്മിച്ചു കൊടുത്തുവെന്ന് കൊട്ടിഘോഷിച്ചാണ് KPCC പ്രസിഡന്റ് VM സുധീരനടക്കം ഉദ്ഘാടനത്തിനെത്തിയത്. അതേസമയം DCCയും KPCCയും കെട്ടിടത്തിന്റെ പേരിൽ പിരിച്ച പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനടക്കം രാജിവെച്ച് സുധീരന്റെ പരിപാടി ബഹിഷ്കരിച്ചു. ഉദ്ഘാടന സമയത്ത് കെട്ടിടം പണിതത് തനിക്ക് വിറ്റ ഭൂമിയിലാണെന്നും തന്നെ ചതിച്ചാണ് കോൺഗ്രസ് നാടകം നടത്തിയതെന്നും ആരോപിച്ച് കോടതി ഉത്തരവുമായെത്തിയ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ജയകൃഷ്ണൻ പൊട്ടിക്കരയുകയായിരുന്നു. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നവനാ, എനിക്ക് ജീവിക്കണ്ട. കാര്യങ്ങൾ അറിയാണ്ട് ഇവരെ ഒന്നും അറിയാണ്ട ഇവർ വരുന്നുണ്ട്. ഇവരെ കുടുംബത്തെ പറ്റി ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയ എത്ര കേസിൽ പ്രതികളെ ഇവർ എല്ലാത്തിൻ്റെ കണക്കെൻ്റെ അടുത്തുണ്ട്. VM സുധീരൻ അയാളെ കാണാനോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനോ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് പരാതി പറയാൻ വന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് ആദർശധീരൻ തെറി വിളിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദില്ലി കേരള ഹൗസിൽ UDF കാലത്ത് നടന്ന അനധികൃത നിയമനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അഭിഭാഷകനെ മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരം സ്വദേശിയായ അഭിഭാഷകൻ ഓം മംഗലശ്ശേരി ദില്ലി പോലീസിന് പരാതി നൽകി. കേരള ഹൗസ് കൺട്രോളർ ഉൾപ്പെടെ 4 പേർ കേരള ഹൗസിൽ വച്ച് മർദ്ദിച്ചുവെന്ന പരാതിയിൽ പറയുന്നു. കേരള ഹൗസ് കൺട്രോളർ രാമചന്ദ്രൻ നായരും ചില ജീവനക്കാരും ചേർന്ന് കേരള ഹൗസിൽ വെച്ച് മർദ്ദിച്ചുവെന്ന പരാതിയാണ് ദില്ലി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അഭിഭാഷകൻ ഓം മംഗലശ്ശേരി നൽകിയ പരാതി പ്രകാരം സർക്കാർ ഉത്തരവുമായി താമസിക്കാനെത്തിയപ്പോഴാണ് മർദ്ദനമുണ്ടായത്. കേരള ഹൗസിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. UDF സർക്കാരിന്റെ അവസാന കാലത്ത് അനധികൃതമായി നടന്ന 40 നിയമനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ആളാണ് ഓം മംഗലശ്ശേരി. ഈ നമ്മുടെ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങളിവിടെ വരാൻ പാടില്ല, നിങ്ങൾ മാത്രം ഇതിനകത്ത് കയറിക്കൂടാ, നിങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് പത്രങ്ങൾക്കും വാർത്തയാക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വിവരാവകാശമൊന്നും ഇവിടെ നിങ്ങൾ ഒരു വിവരാവകാശത്തിന് വേണമെന്ന് തരയില്ല. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ഇപ്പോൾ 2 പേരും കൂടെ ചെന്ന് എന്നെ ഇടിച്ചു. അപ്പോൾ ഇടിച്ചതിനെ പിടിച്ച് തള്ളി നെഞ്ചിലൊക്കെ പിടിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ അവർ വേറെ 2 പേരെ കൂടെ കൊണ്ടുവന്ന് പിടിച്ച് ഇവിടെ കൊണ്ട് ഞാൻ അവിടുന്ന് വരില്ല, എനിക്ക് റൂം എടുക്കാൻ വന്നതാ, ഞാൻ റൂം എടുത്തതിന് ശേഷമേ പോകൂ. അതേസമയം നിരന്തരം പരാതി നൽകുന്ന ശല്യക്കാരനായതുകൊണ്ടാണ് മംഗലശ്ശേരിയെ കേരള ഹൗസിൽ നിന്നും പുറത്തുപോകാൻ ആവശ്യപ്പെട്ടതെന്ന് കൺട്രോളർ രാമചന്ദ്രൻ നായർ വിശദീകരിച്ചു. തല്ലിയിട്ടില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉദ്യോഗസ്ഥനായ TS ബൈജുവാണ് സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയായി PG അനിൽകുമാറിനെയും വൈസ് പ്രസിഡന്റായി വയനാട് ജില്ലയിലെ സണ്ണി ജോസഫിനെയും ജോയിന്റ് സെക്രട്ടറിയായി KI മാർട്ടിനെയും ട്രഷററായി S ഷൈജുവിനെയും തെരഞ്ഞെടുത്തു. നിലവിലത്തെ ഭരണപക്ഷത്തെ ദയനീയമായി പരാജയപ്പെടുത്തിയാണ് സംസ്ഥാന ഭരണത്തോട് ആഭിമുഖ്യമുള്ളവർ അസോസിയേഷന്റെ തലപ്പത്തെത്തുന്നത്. CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് നാളെ പാലക്കാട് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്യും. 31 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. വർഗീയതയ്ക്കെതിരെ വർഗൈക്യം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CITU 13ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. പാലക്കാട് ചേരുന്ന സമ്മേളനം വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ടൗൺഹാളിലെ C കണ്ണൻ നഗറിൽ ശനിയാഴ്ച ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരും പങ്കെടുക്കും. 555 പ്രതിനിധികളാണ് 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. കഴിഞ്ഞ സമ്മേളന ശേഷം മെമ്പർഷിപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ യൂണിയന് കഴിഞ്ഞതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. 12ാം സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ CITUവിൽ അഫിലിയേറ്റ് ചെയ്ത കേരളത്തിലെ മെമ്പർഷിപ്പ് 14,51,170 ആയിരുന്നു. ഈ സമ്മേളനമാകുമ്പോഴേക്ക് അഫിലിയേറ്റഡ് മെമ്പർഷിപ്പിന്റെ എണ്ണം 17,71,196 വർദ്ധിച്ചിട്ടുണ്ട്. അംഗസംഖ്യയിൽ കാര്യമായ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് CITUവിന്റെ ഒരു വലിയ നേട്ടമാണ്. കോട്ടമൈതാനിയിലെ ഈ ബാലാനന്ദൻ നഗറിലാണ് പൊതുസമ്മേളനം. തിങ്കളാഴ്ച വൈകിട്ട് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുന്നോടിയായി തൊഴിലാളികൾ അണിനിരക്കുന്ന വൻ റാലിയും നഗരത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.